എയ്സാപ്പിൻ്റെ മറ്റൊരു പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന PSC പരീക്ഷകളിൽ ഏറ്റവും ഉപകാരപ്രദമാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഈ പറയുന്ന ചോദ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് 2013 LD ക്ലർക്ക്, 2013-14 LD ക്ലർക്ക് കാസർഗോഡ് ജില്ല, മുൻവർഷത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ, എല്ലാ എക്സാമിനും ചോദിച്ചുള്ള ഒരു കണ്ടൻ്റാണ് ഇത്. ഇത് പഠിച്ചു വെച്ചോ, ഉറപ്പായും നിങ്ങൾക്ക് ഒരു മാർക്ക് ഇതിൽ നിന്നും ലഭിക്കും. എന്താണ് വേർഡ്? ദ ന്യൂസ് എന്നതാണ്. ന്യൂസ് എന്ന നാമം സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നാണ് ചോദ്യം. ന്യൂസ് എന്ന നാമം സിംഗുലർ ആണോ പ്ലൂറൽ? സ്വാഭാവികമായും ആദ്യമായി കാണുന്ന ഒരാൾ പറയും ന്യൂസ് പ്ലൂറൽ ആണ് എന്ന്. പക്ഷേ ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് സിംഗുലർ ഓൺലി. എന്തായിട്ടാണ് പരിഗണിക്കുക? ഏകവചനമായിട്ടാണ് പരിഗണിക്കുക. സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് സിംഗുലർ വേർബ് ഓൺലി. അപ്പോൾ ന്യൂസ് എന്നത് സിംഗുലർ ആയതുകൊണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്കുകൾ നമുക്ക് നോക്കാം. ഓരോ വീഡിയോസിലും നമ്മൾ പറയുന്ന ട്രിക്സ്, എയ്സ് നിങ്ങൾക്ക് പറഞ്ഞ ട്രിക്ക് നിങ്ങൾ നോക്കുക. ഇവിടുത്തെ സബ്ജക്റ്റ് സിംഗുലറാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാ? 1, 6, വേർ, ഹാവ്. എത്ര പ്ലൂറൽ ഉണ്ട്? 3 പ്ലൂറൽ. എത്ര സിംഗുലർ ഉണ്ട്? ഒരു സിംഗുലറേ ഉള്ളൂ. അതന്നെ ഉത്തരം. അപ്പോൾ ന്യൂസ് എന്നത് സബ്ജക്റ്റായി വന്നാൽ അതിനുശേഷം ഉപയോഗിക്കേണ്ട ക്രിയ സിംഗുലർ ആയിരിക്കണം. ന്യൂസ് സിംഗുലർ ആയതുകൊണ്ട് ആൻസർ ഈസ് എന്നാണ്. ഓർത്തു വെച്ചോ, വരുന്ന പരീക്ഷകളിലെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഈ ചോദ്യം. യെസ്, അടുത്ത ശ്രദ്ധിച്ചോളൂ. ഈ കഴിഞ്ഞ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള സാധനമാണ്. ഹാർഡ്ലി ഹാഡ് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഹാർഡ്ലി ഹാഡ് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഹാർഡ്ലി പ്ലസ് ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് വെൻ. ഹാർഡ്ലി എന്ന് വെച്ചിട്ടാണ് ഒരു വാചകം ആരംഭിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ വാചകത്തിൻ്റെ മുൻപിൽ എന്തേ വരാൻ പാടുള്ളൂ? വെന്നേ വരാൻ പാടുള്ളൂ. ഹാർഡ്ലി ഈസ് ഫോളോഡ് ബൈ വെൻ. എപ്പോഴും ഹാർഡ്ലി ഒരു വാചകത്തിന് മുമ്പിൽ വന്നാൽ രണ്ടാമത്തെ വാചകത്തിന് മുമ്പിൽ വെന്നേ വരാൻ പാടുള്ളൂ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 മാറിയ 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളതാണ് ഈ കണ്ടൻറ്റ്. എല്ലാ ഉദ്യോഗാർത്ഥികളും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇപ്പം വെൻ എന്നാണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസനുമായി ബന്ധപ്പെട്ടതാണ് ഈ ചോദ്യം. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ 10th ലെവൽ എക്സാമിനും +2 ലെവൽ എക്സാമിനും ഡിഗ്രി ലെവൽ എക്സാമിനും എല്ലാത്തിനും വരുന്നൊരു കണ്ടൻറ്റാണ് ഇത്. ഇത് ഏത് ഡിഗ്രിയാ? ഒന്നുമില്ല. ആസ് ഡോട്ടിട്ടിട്ട് ആസ്, അല്ലെങ്കിൽ സോ ഡോട്ടിട്ടിട്ട് ആസ് വരുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കണ്ട, ആ ഡിഗ്രി എപ്പോഴും പോസിറ്റീവ് ഡിഗ്രിക്ക്. ആസ് ഉപയോഗിച്ചാണ് വാചകം എഴുതുന്നതെങ്കിൽ തീർച്ചയായും ആ ഡിഗ്രി പോസിറ്റീവ് ഡിഗ്രിയാണ്. പോസിറ്റീവ് ഡിഗ്രിയിൽ നാമവിശേഷണ ക്രിയാവിശേഷണപദത്തിൻ്റെ ആദ്യ രൂപമാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യ രൂപപ്രകാരം ടോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ടോൾ. അപ്പോൾ സ്വാഭാവികമായി അതിനുശേഷം എന്താ വരേണ്ടത്? ആസ് വരിക. ഷീ ഈസ് നോട്ട് ആസ് ടോൾ ആസ് ഹെർ സിസ്റ്റർ എന്നാണ്. ആസ് അല്ലെങ്കിൽ സോ ആസ്. ദാറ്റ് ഡിഗ്രി ഈസ് പോസിറ്റീവ് ഡിഗ്രി. വീണ്ടും നമ്മളിത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ്. ആവർത്തിച്ച് ആവർത്തിക്കുന്ന ഒരു സാധനമാണ് പ്രിഫർ എന്നത്. പ്രിഫർ അല്ലെങ്കിൽ പ്രിഫേഴ്സ്. ഇവിടെ പ്രിഫേഴ്സ് വരാനുള്ള റീസൺ എന്താ? ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് എന്ത് വന്നത്? പ്രിഫേഴ്സ് എന്ന് വന്നത്. എന്നാൽ ഐ ആണെങ്കിലോ ഐ പ്രിഫർ എന്നാ പറയാം. അപ്പോൾ സ്വാഭാവികമായി പ്രിഫറിന് ശേഷം ഉപയോഗിക്കേണ്ട പദമാണ് ചോദ്യം. ഇത് പഠിച്ചു വെച്ചോ, ഉറപ്പായിട്ട് വരും. ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ. അങ്ങനെയാണെങ്കിൽ പ്രിഫർ എന്നതിന് ശേഷം എപ്പോഴും ടു മാത്രമേ വരൂ. ഹി പ്രിഫേഴ്സ് ടീ ടു കോഫി എന്നാണ്. വളരെ വളരെ ഇന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നതെല്ലാം ഏസ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന എല്ലാം മുൻവർഷം ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള 100% ഗ്യാരണ്ടീഡായ ചോദ്യങ്ങളാണ്. അഞ്ചാമത്തത് പ്രെപ്പസിഷനുമായി ബന്ധപ്പെട്ട. ഇത് പ്രെപ്പസിഷൻ പ്ലസ് ടെൻസ് ആണ്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ടതാണ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3.
ഇനി എന്താ തന്നിരിക്കുന്നത്? ഒരു പീരീഡാണ് തന്നിരിക്കുന്നത്, പീരീഡ്, ഒരു കാലയളവ്. സോ ഫോർ റെഫേഴ്സ് ടു എ പീരീഡ് ഓഫ് ടൈം. ഒരു കാലയളവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ഫോർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫോറിൻ്റെ മീനിങ് എന്താണ്? ഫോറിൻ്റെ മീനിങ് ഇവിടെ ആയിട്ട് എന്നാണ്, അല്ലെങ്കിൽ ഓളം എന്നാണ്. ആയിട്ട് അല്ലെങ്കിൽ ഓളം. ഫോറിൻ്റെ മീനിങ് ആയിട്ട് അല്ലെങ്കിൽ ഓളം. ഐ ഹാവ് നോൺ ഹിം ഫോർ 5 years എന്നാണ്. ഐ ഹാവ് നോൺ ഹിം ഫോർ 5 years എന്നാണ്. വീണ്ടും സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ദ ടീച്ചർ എലോങ് വിത്ത് ദി സ്റ്റുഡൻസ്. ദ ടീച്ചർ എലോങ് വിത്ത് ദി സ്റ്റുഡൻസ്. അധ്യാപകൻ ആരോടൊന്നിച്ച്? വിദ്യാർത്ഥികളോടൊന്നിച്ച്. ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ആരോടാണ് യോജിക്കുക, അതാണ് നോക്കേണ്ടത്. ഇവിടെ 2 സബ്ജക്റ്റുകൾ വരുന്നു അല്ലേ? ദ സ്റ്റുഡൻസ് എന്നും വന്നു, ദ ടീച്ചർ എന്നും വന്നിരിക്കുന്നു. സ്റ്റുഡൻസ് എന്നത് പ്ലൂറലും അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നത് സിംഗുലറുമാണ്. അന്നേരം ക്രിയ എന്തായിരിക്കണം? ആദ്യത്തെ സബ്ജക്റ്റിനോട് യോജിക്കണം. ദ വേർബ് എഗ്രീസ് വിത്ത് ദി ഫസ്റ്റ് സബ്ജക്റ്റ്. ഇനി വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രയോഗം തന്നെ നോക്കാം. 6 പ്ലൂറല്, വേറെ പ്ലൂറൽ, 3 പ്ലൂറൽ വന്നു. അന്നേരം നമ്മൾ നോക്കേണ്ട ടീച്ചർ സിംഗുലറാണോ പ്ലൂറലാണോ എന്നാണ്. ടീച്ചർ സിംഗുലറാണ്, അപ്പോൾ നമുക്ക് ഉത്തരം എന്താ എടുക്കാൻ പറ്റൂ? ഈസേ എടുക്കാൻ പറ്റും. അപ്പോൾ 3 പ്ലൂറലും ഒരു സിംഗുലറും വന്നാൽ സിംഗുലറിന് പ്രാധാന്യം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പ്രപ്പോസിഷണൽ ഫ്രേസസുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ പ്രത്യേകത എത്രയോ നാളുകളായിട്ട്, എത്രയോ എക്സാമിനായിട്ട് PSC ചോദിക്കുന്നതാണ്. ഹീ ഈസ് ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ്. ആൻസർ അറ്റ് എന്നാണ്. ഒരാളുടെ കഴിവിനെ കുറിച്ചാണ്, ഒരു എഫിഷ്യൻസിയെക്കുറിച്ചാണ്, കാര്യക്ഷമതയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഗുഡിന് ശേഷം അറ്റാണ്. ഹീ ഈസ് ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ് എന്നാണ്. അടുത്ത് ശ്രദ്ധിച്ചോളൂ, വീണ്ടും പ്രപ്പോസിഷണൽ ഫ്രേസസ് ആണ്. ഇത് 12/7/2025 എക്സാമിന് ഇതേ പാറ്റേണിലാണ് ചോദ്യം. പ്രിവെൻറ്റഡ് എന്നതിന് ശേഷം ഫ്രം എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കും. ഫ്രം എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചാൽ അതിനുശേഷം മറ്റൊരു ക്രിയയുടെ ജെറണ്ട് മാത്രമേ വരാൻ പാടുള്ളൂ. ഷീ പ്രിവെൻറ്റഡ് മീ ഫ്രം ഗോയിങ് ദർ എന്നാണ്. അപ്പോൾ ആൻസർ ജെറണ്ടാണ്, ക്രിയാനാമ പദമാണ്, ഗോയിങ് എന്നാണ്. ദ ബുക്ക് വാസ് റിട്ടൺ ഡാഷ് ഷേക്സ്പിയർ എന്നാണ്. ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റിയ ഒരു സെൻറ്റൻസ് ആണ്. ദ ബുക്ക് വാസ് റിട്ടൺ ബൈ ഷേക്സ്പിയർ എന്നാണ്. ബൈ ഷേക്സ്പിയർ, ബൈ ഷേക്സ്പിയർ, ഷേക്സ്പിയറിനാൽ, പാസീവ് വോയിസാ. ഇവിടുത്തെ പ്രത്യേകം എന്താ? പ്രപ്പോസിഷൻ പ്ലസ് പാസീവ് വോയിസായി മാറി. നേരത്തെ നമ്മൾ ഹാർഡിലി എന്ന പ്രയോഗം വെച്ചിട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ വീണ്ടും നിങ്ങൾക്ക് തരുന്നത് 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന അടുത്ത കണ്ടന്റ് ആണ് സ്കേഴ്സിലി. സ്കേഴ്സിലി എന്നതും ഹാർഡിലി എന്നതും നെഗറ്റീവ് വേർഡാണ്. സ്കേഴ്സിലി വെച്ചിട്ടായാലും ഹാർഡിലി വെച്ചിട്ടായാലും ഒരു വാചകം ആരംഭിച്ചാൽ രണ്ടാമത്തെ വാചകത്തിൻ്റെ മുമ്പിൽ എന്തേ വരാൻ പാടുള്ളൂ? വെൻ മാത്രമേ വരൂ. അപ്പോൾ സ്കേഴ്സിലി പ്ലസ് വെന്നാണ്, ഹാർഡിലി പ്ലസ് വെന്നാണ്. ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് എയ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.